കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 57 മണ്ഡലങ്ങളിൽ 6ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്നത് രാജ്യതലസ്ഥാനമായ ഡൽഹിയെയാണ്. മദ്യനട അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ED അറസ്റ്റിൽ തുടങ്ങിയ വിവാദങ്ങൾ AAP MP സ്വാതി മലിവാളിനെ കെജ്രിവാളിന്റെ മുൻ പേഴ്സണൽ സെക്രട്ടറി വൈഭവ് കുമാർ മർദ്ദിച്ചെന്ന പരാതിയിൽ എത്തി നിൽക്കുന്നു. BJPയും AAPയും തമ്മിലാണ് ഡൽഹിയിൽ പ്രധാന ഏറ്റുമുട്ടൽ. ഇന്ത്യ സഖ്യത്തിൽ AAP 4 സീറ്റിലും കോൺഗ്രസ് 3-ലും മത്സരിക്കുന്നു. ജാമ്യം ലഭിച്ച് പുറത്തെത്തിയ ശേഷം അരവിന്ദ് കെജ്രിവാളാണ് ഡൽഹിയിലും പുറത്തും ഇന്ത്യ സഖ്യത്തിന് പ്രധാന തെരഞ്ഞെടുപ്പ് പ്രചാരകൻ. കെജ്രിവാളിന്റെ അറസ്റ്റും സ്വാതി മലിവാൾ കേസും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള മോദി സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റ് എന്ന് കെജ്രിവാൾ ആരോപിക്കുമ്പോൾ, മറുവശത്ത് ഇന്ത്യ സഖ്യത്തിനും AAPക്കും വിജയം നേടാനായാൽ തനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വരില്ലെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം BJP ആയുധമാക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 7 സീറ്റും BJPക്കായിരുന്നു. കോൺഗ്രസ് നേതാവ് കനയ്യ കുമാർ മത്സരിക്കുന്ന ഡൽഹി നോർത്ത് ഈസ്റ്റ് മണ്ഡലമാണ് ദേശീയ തലത്തിൽ ചർച്ചയായ മണ്ഡലം. കനയ്യകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത് കോൺഗ്രസിന് ക്ഷീണമായി. 6ാം ഘട്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് ലാപ്പിൽ ചർച്ചയായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു. താരപ്രചാരകരോട് മിതത്വം പാലിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കും കോൺഗ്രസിനും നോട്ടീസ് നൽകിയത് വലിയ ചർച്ചയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വർഗീയ പരാമർശത്തിന്മേലാണ് BJP അധ്യക്ഷൻ JP നഡ്ഡയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിലാണ് രാജസ്ഥാനിൽ നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. ഇതിനെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ മോദിയുടെ പേരെടുത്ത് പറയാതെ വിശദീകരണം ചോദിച്ച് നഡ്ഡയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകി. ഇക്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് എതിരായ BJP നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും കമ്മീഷൻ നോട്ടീസ് നൽകി. തുടർന്ന് ഇരു പാർട്ടികളും നൽകിയ മറുപടി തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഏപ്രിൽ 25-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്കും കോൺഗ്രസിനും നിർദ്ദേശങ്ങൾ നൽകിയത്. താരപ്രചാരകർ വർഗീയ പ്രചാരണം നടത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് കമ്മീഷൻ BJPയോട് ആവശ്യപ്പെട്ടപ്പോൾ സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന്, സേനയുടെ സാമൂഹിക സാമ്പത്തിക ഘടനയെക്കുറിച്ച് ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തരുതെന്നുമായിരുന്നു കമ്മീഷൻ കോൺഗ്രസിന് നൽകിയ നിർദ്ദേശം. അഗ്നിവീർ പദ്ധതിയെക്കുറിച്ചുള്ള കോൺഗ്രസിന്റെ പ്രചാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു കമ്മീഷന്റെ ഈ നിർദ്ദേശം. BJP വീണ്ടും അധികാരത്തിൽ വന്നാൽ ഭരണഘടന തിരുത്തിയെഴുതുമെന്ന പ്രചാരണം നടത്തരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന് നൽകിയ നിർദ്ദേശങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോഴും വർഗീയ പരാമർശങ്ങൾ നടത്തുകയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുകയാണെന്നും വിമർശകർ പറയുന്നുണ്ടെങ്കിലും കമ്മീഷൻ അതൊന്നും ബാധിക്കുന്നില്ലെന്ന് മറ്റൊരു യാഥാർത്ഥ്യം. പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന ഫോം 17C സ്കാൻ ചെയ്ത പകർപ്പ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ നിയമവ്യവസ്ഥയില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ പറഞ്ഞതും 6ാം ഘട്ടത്തിന്റെ അവസാന വേളയിൽ കണ്ടു. സ്ഥാനാർത്ഥികൾക്കും ബൂത്ത് ഏജന്റുമാർക്കുമല്ലാതെ മറ്റാർക്കും വിവരങ്ങൾ നൽകേണ്ടതില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളിലെ പോളിംഗ് കണക്കുകൾ പുറത്തുവിടാൻ വൈകുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിക്ക് മറുപടിയായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത്. BJP സ്വന്തം നിലയിൽ ശക്തിയാർജിച്ചെന്നും ഇനി RSSന്റെ സഹായം വേണ്ടെന്നുമുള്ള പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ JP നഡ്ഡയുടെ ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖവും ചർച്ചയായി. തുടക്കത്തിൽ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു, RSSനെ ആവശ്യമായിരുന്നു. ഇന്ന് ഞങ്ങൾ വളർന്നു, ഇന്ന് ഞങ്ങൾ ശേഷിയുള്ളവരാണ്. BJP സ്വന്തമായി പ്രവർത്തിക്കുന്നു, അതാണ് ഇപ്പോഴുള്ള വ്യത്യാസം എന്നായിരുന്നു നഡ്ഡയുടെ പരാമർശം. 889 സ്ഥാനാർത്ഥികളാണ് ഈ 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. PDP നേതാവും ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ മെഹബൂബ മുഫ്തിയാണ് പ്രധാന മുഖം. ജമ്മുവിലെ അനന്തനാഗ് രജൌരി മണ്ഡലത്തിൽ നിന്നാണ് മെഹബൂബ മുഫ്തി മത്സരിക്കുന്നത്. നാഷണൽ കോൺഫറൻസിന്റെ മിയാൻ അൽതാഫ് ലാർവിയാണ് മുഫ്തിയുടെ പ്രധാന എതിരാളി. BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല.
ഹരിയാനയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP നേതാവ് മനോഹർ ലാൽ ഖട്ടറാണ് മറ്റൊരു പ്രധാന സ്ഥാനാർത്ഥി. കർണാലിൽ നിന്നാണ് ഖട്ടർ ജനവിധി തേടുന്നത്. കോൺഗ്രസിന്റെ ദിവ്യാൻഷു ബുദ്ധിരാജയാണ് എതിർ സ്ഥാനാർത്ഥി. UPയിലെ അസംഗഡിൽ നിന്ന് SPBയുടെ ധർമ്മേന്ദ്ര യാദവ് ജനവിധി തേടുന്നു. കോൺഗ്രസിന്റെ കനയ്യകുമാർ, BJPയുടെ മനോജ് തിവാരി, മനേക ഗാന്ധി രാജിവെച്ച് BJPയിൽ ചേർന്ന കൊൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജി, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരാണ് 6ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന മറ്റ് പ്രമുഖർ.